വ്യൂവേഴ്സ്, എല്ലാവർക്കും ഈ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഒരു ജാക്കറ്റ് മോഡൽ ഫ്രോക്ക് കുർത്തിയാണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ റയോണിൻ്റെ പ്രിൻറ്റഡ് മെറ്റീരിയൽസാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു വലിയ പ്രിൻ്റുള്ള മെറ്റീരിയൽ 2.5 മീറ്ററും ചെറിയ പ്രിൻ്റുള്ള മെറ്റീരിയൽ 1 മീറ്ററാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു വലിയ പ്രിൻ്റുള്ള മെറ്റീരിയലിൽ നമുക്ക് ബോഡി പാർട്ടിൻ്റെ മെഷർമെൻറ്റ്സ് ഒക്കെ മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു കുർത്തിയിൽ ബോഡി പാർട്ടും സ്കേർട്ട് പാർട്ടും സെപ്പറേറ്റ് കട്ട് ചെയ്തെടുത്തിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ബോഡി പാർട്ടിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. വലിയ പ്രിൻ്റുള്ള മെറ്റീരിയൽ 2 പീസും ചെറിയ പ്രിൻ്റുള്ള മെറ്റീരിയൽ 1 പീസും കട്ട് ചെയ്തിട്ട് 2ആയിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. ഈ ഒരു വലിയ പ്രിൻ്റുള്ള മെറ്റീരിയൽ 2 പീസ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അത് ഒന്ന് ബാക്ക് പീസിലേക്ക് പിന്നീട് ഒന്ന് ഫ്രണ്ട് പീസിലേക്കാണ്. അപ്പോൾ അതിൻ്റെ അടിവശത്തായിട്ട് ഈ ഒരു ചെറിയ പ്രിൻ്റുള്ള മെറ്റീരിയലും വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ 3 പീസ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അത് നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ മനസ്സിലാവും. ഇതിൻ്റെ ലെങ്ത്ത് ഞാനിവിടെ 15 ഇഞ്ചാണ് എനിക്ക് വേണ്ടത്. 1 ഇഞ്ച് സീം അലവൻസും കൂടി ആഡ് ചെയ്തിട്ട് 16 ഇഞ്ചിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഷോൾഡർ മാർക്ക് ചെയ്തെടുക്കാം. എനിക്കിവിടെ ഷോൾഡർ 8 ഇഞ്ചാണ് വേണ്ടത്. ആം ഹോൾ ലെങ്ത്തും ഞാനിവിടെ 8 ഇഞ്ച് തന്നെയാണ് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു സൈഡിലും 8 ഇഞ്ച് തന്നെയാണോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അതിനുശേഷം ഇതൊരു എൽ ഷേപ്പിൽ വരച്ചെടുക്കാം. ഇനി ഇതിൻ്റെ ചെസ്റ്റ് റൗണ്ടാണ് മാർക്ക് ചെയ്തെടുക്കുന്നത്. എനിക്കിവിടെ 44 ഇഞ്ചാണ്. അതിൻ്റെ 4 ഭാഗം 11 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. 2 ഇഞ്ച് സീം അലവൻസും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വേസ്റ്റ് റൗണ്ട് മെഷർമെൻറ്റ് ഇവിടെ 40 ഇഞ്ചാണ് എനിക്ക് വേണ്ടത്. അതിൻ്റെ 4 ഭാഗം 10 ഇഞ്ച്, 1 ഇഞ്ച് ടക്സ് ഇടുന്നതിന് വേണ്ടി മാർക്ക് ചെയ്ത് കൊടുത്തു. 2 ഇഞ്ച് സീം അലവൻസിനും കൂടി മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് ഇതേപോലെ ഒന്ന് ജോയിൻ ചെയ്ത് വരച്ചെടുക്കാം. ഇനി ആം ഹോൾ ലെങ്ത്ത് വരച്ചിരിക്കുന്ന മേൽഭാഗത്ത് നിന്ന് 1/2 ഇഞ്ച് താഴോട്ടേക്ക് ഒരു പോയിൻ്റ് മാർക്ക് ചെയ്തെടുക്കാം. അവിടെ നമ്മൾ ഷോൾഡർ സ്ലോപ്പ് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം അതിൻ്റെ മിഡ് പോയിൻ്റ് മാർക്ക് ചെയ്യുക. ഈ ഒരു കോർണറിൽ നിന്ന് 1.5 ഇഞ്ച് മേലോട്ടേക്ക് മാർക്ക് ചെയ്യുക. അതിനുശേഷം ഈ ഒരു പോയിൻറ്റ്സ് ഒക്കെ ജോയിൻ ചെയ്തെടുത്തിട്ട് ആം ഹോൾ കർവ് വരച്ചെടുക്കാം. നമ്മുടെ കയ്യിൽ ഫ്രഞ്ച് കർവ് ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള പോയിൻറ്റ്സ് ഒന്നും ജോയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഡയറക്റ്റായിട്ട് ഈ ഒരു കർവ് വെച്ച് കൊടുത്തിട്ട് ആം ഹോൾ കർവ് വരയ്ക്കാവുന്നതാണ്. ഇനി നമുക്ക് ഷോൾഡർ സ്ലോപ്പിന് വേണ്ടി മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു പോയിൻ്റ് ഇതേപോലെ ഒന്ന് ചരിച്ച് വരച്ച് കൊടുക്കാം. ഇനി നമുക്കിവിടെ ടക്സിൻ്റെ പോയിൻ്റ് ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. ഈ ഒരു ഫോൾഡഡ് സൈഡിൽ നിന്ന് ഇങ്ങോട്ടേക്ക് നമുക്ക് വേസ്റ്റ് റൗണ്ട് മെഷർമെൻറ്റ് എത്രയാണോ മാർക്ക് ചെയ്തിട്ടുള്ളത് അതിൻ്റെ നേർപകുതിയായിട്ട് അവിടെ ഒരു പോയിൻ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ടക്സിൻ്റെ ലെങ്ത്ത് ഞാനിവിടെ 4.5 ഇഞ്ചിലാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഈ ഒരു ഭാഗത്ത് നിന്ന് 3/4 ഇഞ്ച് അല്ലെങ്കിൽ 1 ഇഞ്ച് മേലോട്ടേക്ക് ഒരു പോയിൻ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതേപോലെ കേർവ് ഷേപ്പിൽ വരച്ചെടുത്തിട്ടാണ് ആ ഒരു ഭാഗം കട്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോഴത്തേനും ആ 2 സൈഡും തൂങ്ങിക്കിടക്കുന്ന പോലെ ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കേർവ് ഷേപ്പിൽ വരച്ചെടുക്കുന്നത്. അപ്പോൾ അവിടെ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഫിറ്റിൽ നിന്നോളും. ഇനി ഇതൊന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് ബാക്ക് പീസ് മാറ്റി വയ്ക്കാം. ഇത് നമ്മുടെ ബാക്ക് പീസാണ്. ഇനി ഈ ബാക്കി വരുന്ന 2 പീസും ഫ്രണ്ട് ഭാഗത്തേക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇനി ഫ്രണ്ട് ഭാഗത്തെ നെക്ക് നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം. ഫ്രണ്ട് ഭാഗത്ത് ഈ ഒരു ചെറിയ പ്രിൻ്റുള്ള മെറ്റീരിയലിലാണ് ഫസ്റ്റ് നമ്മൾ നെക്ക് മാർക്ക് ചെയ്തെടുക്കുന്നത്. 3.25 ഇഞ്ചാണ് ഈ ഒരു നെക്കിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്തിരിക്കുന്നത്. 4 ഇഞ്ചാണ് നെക്കിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. ഇതൊരു ബോട്ട് നെക്കായിട്ടാണ് ചെയ്യുന്നത്. ഈ ഒരു നെക്ക് ഞാൻ ക്യാൻവാസിൽ കട്ട് ചെയ്തിട്ടാണ് ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ കട്ട് ചെയ്യുന്നില്ല, ജസ്റ്റ് ഒന്ന് വരച്ച് കൊടുക്കുന്നു എന്ന് മാത്രം. ഫ്രണ്ട് ഭാഗത്തെ 2 പീസിലും ആം ഹോൾ കർവ് 1/2 ഇഞ്ച് ഉള്ളിലോട്ടൊന്ന് കുഴിച്ച് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കണം. ഈ ഒരു ചെറിയ പ്രിൻ്റുള്ള മെറ്റീരിയലിൽ നമ്മൾ ഒരു ബോട്ട് നെക്കിൻ്റെ മെഷർമെൻറ്റ്സ് മാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ക്യാൻവാസിൽ കട്ട് ചെയ്തിട്ടാണ് അവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു വലിയ പ്രിൻ്റുള്ള തുണിയിൽ ഒരു ജാക്കറ്റ് ടൈപ്പാണ് വരിക. ആ ഒരു ചെറിയ പ്രിൻ്റുള്ള തുണിയെ കവർ ചെയ്യുന്ന രീതിയിൽ ജാക്കറ്റിൻ്റെ മോഡലിലാണ് ഇത് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ നെക്ക് ഞാൻ 3.5 ഇഞ്ച് ലെങ്ത്തിൽ മാർക്ക് ചെയ്തെടുത്തു. നെക്കിൻ്റെ വിഡ്ത്ത് 3 ഇഞ്ചിലാണ് മാർക്ക് ചെയ്തെടുക്കുന്നത്. അത് നമ്മളൊരു ബോക്സായിട്ട് വരച്ചെടുത്ത ശേഷം അതിനകത്ത് യു ഷേപ്പിലാണ് നെക്ക് മാർക്ക് ചെയ്തെടുക്കുന്നത്. ഇനി ഈ ഒരു തുണിയുടെ താഴെ ഭാഗത്തു നിന്ന് മേലോട്ടേക്ക് 5.5 ഇഞ്ചിൽ ഞാനൊരു പോയിൻ്റ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു നെക്ക് സൈഡിൽ നിന്ന് 1/2 ഇഞ്ച് ഉള്ളിലോട്ടൊരു പോയിൻ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ആ ഒരു പോയിൻറ്റും 5.5 ഇഞ്ചിൽ നമ്മൾ മാർക്ക് ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു പോയിൻറ്റും ചേർത്ത് ഈ ഒരു ഷേപ്പിൽ വരച്ചെടുക്കാം. ഇനി ഇത് മാർക്ക് ചെയ്തതുപോലെ തന്നെ കട്ട് ചെയ്തെടുത്ത ശേഷം 2 പീസാക്കി എടുക്കാം.
ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതേ അളവിൽ നമ്മൾ പേപ്പർ ക്യാൻവാസ് ഈ ഒരു ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ആ ഒരു ഫ്രണ്ട് ഭാഗത്തെ ബോഡി പാർട്ടിൽ ജാക്കറ്റ് മോഡലിൽ വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു അളവിൽ തന്നെ ഞാൻ 2 പീസ് ക്യാൻവാസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ക്യാൻവാസ് മറ്റൊരു തുണിയിൽ അയൺ ചെയ്തെടുക്കണം. ഈ ഒരു തുണിയിൽ ഈ 2 പീസും ഇതേപോലെ വെച്ചിട്ട് അയൺ ചെയ്തെടുക്കാം. ഇതേപോലെ അയൺ ചെയ്തിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ക്യാൻവാസിൻ്റെ 2 സൈഡിലേക്കും ഒരു 1/4 ഇഞ്ച് തുണി വിട്ടിട്ടാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഈ ഒരു സൈഡിലെ തുണി നമുക്ക് ഇതേപോലെ ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. മറ്റേ ഭാഗത്തെ സൈഡിലെ തുണി വിട്ടിരിക്കുന്നത് നെക്സ്റ്റ് സൈഡിൽ ചേർത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ഈ ഒരു സൈഡ് ചേർത്ത് സ്റ്റിച്ച് ചെയ്ത ശേഷം ഉള്ളിലേക്ക് തിരിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യുക. ഈ ഒരു ഭാഗത്ത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഒരു കോർണറിൻ്റെ അവിടെ ഒരു ലൂപ്പ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതേപോലെ ഒരു ലൂപ്പ് ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഈ ഒരു കോർണറിൽ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് തന്നെ അടിവശത്ത് ഇതേപോലെ വെച്ച് കൊടുത്ത ശേഷം ഈ ഒരു ക്യാൻവാസ് ചേർത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. ഈ ഒരു സൈഡിൽ ലൂപ്പും മറ്റേ ഭാഗത്ത് ഒരു ബട്ടണുമാണ് വെച്ച് കൊടുക്കുന്നത്. ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു സൈഡ് തുണി ഞാൻ ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഉൾവശത്തേക്ക് തിരിച്ചിട്ട് കൊടുത്തിട്ട് ഒരു ടോപ്പ് സ്റ്റിച്ചും കൂടി കൊടുക്കണം. ഇതേപോലെ ഈ ഒരു ഫ്രണ്ട് ഭാഗത്തെ ജാക്കറ്റിന് വേണ്ടിയിട്ടുള്ള 2 പീസും റെഡിയാക്കി എടുത്തു. ആ ഒരു ക്യാൻവാസ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ ഈ ഒരു ലൂപ്പ് സ്റ്റിച്ച് ചെയ്തുകൊണ്ട് തന്നെ തയ്യൽ തുമ്പൊന്നും പുറത്ത് കാണാണ്ട് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടൊരു ഷോ ബട്ടണും കൂടി വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ അടിയിൽ വെച്ച് കൊടുക്കുന്ന ചെറിയ പ്രിൻ്റുള്ള മെറ്റീരിയലിൽ നമ്മൾ ബോട്ടനൊക്കെയായിരുന്നു മാർക്ക് ചെയ്തെടുത്തിരുന്നത്. അത് നമ്മൾ ക്യാൻവാസിൽ കട്ട് ചെയ്തെടുത്തിട്ട് ഒരു തുണിയിൽ അയൺ ചെയ്തെടുത്ത് ഈ ഒരു നെക്കോട് ചേർത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുള്ളിലേക്കൊന്ന് ഫോൾഡ് ചെയ്തിട്ട് ഒരു ടോപ്പ് സ്റ്റിച്ചും കൂടി കൊടുക്കാം. അപ്പോൾ ഈ ഒരു നെക്ക് നമ്മൾ റെഡിയാക്കി എടുത്തു. ഇനി ഇതിൻ്റെ മേലെയാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു 2 പീസ് വെച്ച് കൊടുക്കുന്നത്. ഈ 2 പീസ് വെച്ച് കൊടുക്കുന്ന സമയത്ത് ഷോൾഡർ ഭാഗം കറക്റ്റാക്കി വെച്ച് കൊടുക്കുക. ആ ഒരു ഷോൾഡറിൻ്റെ ലെവലിനെ കണക്കാക്കിയിട്ട് മേലത്തെ പീസ് വെച്ച് കൊടുക്കുക. അതിനുശേഷം 2 പീസും ചേർത്തൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ആം ഹോളിൻ്റെ ഭാഗവും ഈ 2 സൈഡ് വശവും ഒരു ലോങ് സ്റ്റിച്ച് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ 2 തുണിയും തെന്നി പോകാണ്ടിരിക്കും. ബാക്ക് പീസിൽ ബോഡി പാർട്ടിൽ മാത്രം ഞാൻ ലൈനിങ് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് ഭാഗത്ത് 2 പീസ് വരുന്നത് കൊണ്ട് തന്നെ അവിടെ ലൈനിങ്ങിൻ്റെ ആവശ്യം വരുന്നില്ല. ഈ ഒരു നെക്ക് ഞാൻ 4 ഇഞ്ച് ലെങ്ത്തും 3 ഇഞ്ച് വിഡ്ത്തിലാണ് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ക്രോസ് പീസ് വെച്ചിട്ടാണ് ഈ ഒരു ബാക്ക് നെക്ക് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത്. നല്ല വശത്തെ ക്രോസ് പീസ് വെച്ചിട്ട് ഒരു പ്രാവശ്യം ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്ത് കൊടുത്തതാണ്. ഇനി ഈ ഒരു ക്രോസ് പീസിൻ്റെ സൈഡ് വശത്തായിട്ട് ഫ്രണ്ട് നെക്ക് വെച്ച് കൊടുക്കുക. അതിനുശേഷം ഇതേപോലെ കവർ ചെയ്തിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. 2 സൈഡും അതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് നന്നായിട്ട് വലിച്ചു കൊടുത്തിട്ട് ഒരു പ്രാവശ്യം കൂടി ആ ബാക്ക് പീസിലെ ക്രോസ് പീസ് ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് സൈഡ് വഴി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ ഷോൾഡർ ജോയിൻ ചെയ്തെടുത്തു. ഇനി ഇതിൻ്റെ സ്ലീവ്സ് റെഡിയാക്കി എടുക്കാം. 2 സ്ലീവ്സിനും വേണ്ടിയിട്ട് ഞാനിവിടെ തുണി മടക്കിയിട്ടിട്ടുണ്ട്. 16 ഇഞ്ച് ലെങ്ത്തിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇതേപോലെ 2 സ്ലീവ്സിനും വേണ്ടിയിട്ടുള്ള തുണി 4 ആയിട്ടാണ് മടക്കിയിട്ടിരിക്കുന്നത്. 15 ഇഞ്ചാണ് ഈ ഒരു സ്ലീവ്സിൻ്റെ ലെങ്ത്ത് എനിക്ക് വേണ്ടത്. 1 ഇഞ്ച് സീം അലവൻസും കൂടി ആഡ് ചെയ്തിട്ട് 16 ഇഞ്ചിലാണ് ഞാൻ ഈ ഒരു തുണിയുടെ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇവിടെ സ്ലീവ് റൗണ്ട് താഴെ ഭാഗത്ത് 6 ഇഞ്ചും മേൽഭാഗത്ത് അതായത് ബൈസെപ്സിൻ്റെ അവിടെ 7 ഇഞ്ചുമാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ക്യാപ്പ് ഹൈറ്റ് 3 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്ത ശേഷം സ്ലീവ്സിൻ്റെ ഷേപ്പിൽ വരച്ച് കട്ട് ചെയ്തെടുക്കാം. സീം അലവൻസ് 1.5 ഇഞ്ചോ അല്ലെങ്കിൽ 2 ഇഞ്ചോ മാർക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. എനിക്ക് ഈ ഒരു മേൽഭാഗത്ത് കുറച്ച് തുണി കുറവായതുകൊണ്ട് തന്നെ ഞാൻ അവിടെ ഒരു പീസ് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു സ്ലീവ്സിൻ്റെ അടിഭാഗത്തായിട്ട് ആ ഒരു ചെറിയ പ്രിൻ്റ് വരുന്ന മെറ്റീരിയൽ ഒരു ബോർഡർ പോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ സ്കേർട്ട് പാർട്ട് കട്ട് ചെയ്തെടുക്കാം. ഇവിടെ എനിക്ക് സ്കേർട്ടിൻ്റെ ലെങ്ത്ത് 30 ഇഞ്ചാണ് വേണ്ടത്. 1 ഇഞ്ച് സീം അലവൻസും കൂടി ആഡ് ചെയ്തിട്ട് 31 ഇഞ്ചിലാണ് ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ബാക്ക് ഭാഗത്തേക്കും ഫ്രണ്ട് ഭാഗത്തേക്കും വേണ്ടിയിട്ട് 2 പീസ് ഞാൻ ഇതേപോലെ മടക്കി ഇട്ടിട്ടുണ്ട്.
ഈ ഒരു സ്കേർട്ട് പാർട്ടിൽ പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തിട്ടാണ് ബോഡി പാർട്ടുമായിട്ട് ചേർത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഫ്രണ്ട് ഭാഗത്തെ സ്കേർട്ട് പീസിൽ സെൻട്രൽ ഭാഗത്തായിട്ട് ചെറിയ പ്രിൻ്റ് വരുന്ന ആ ഒരു മെറ്റീരിയൽ ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഫ്രണ്ട് പീസ് എടുക്കുക, അതിൻ്റെ ആ ഒരു മടക്ക് ഭാഗം കട്ട് ചെയ്തിട്ട് 2 പീസാക്കി എടുക്കുക. സ്കേർട്ട് പീസിൻ്റെ സെയിം ലെങ്ത്തിൽ ഇതേപോലെ ഒരു പീസ് കട്ട് ചെയ്തെടുക്കുക. ഇതിൻ്റെ വിഡ്ത്ത് 14 ഇഞ്ചാണ്. അപ്പോൾ ഈ ഒരു ചെറിയ പ്രിൻ്റുള്ള പീസ് നമുക്ക് ജോയിൻ ചെയ്തെടുക്കാം. ഇതേപോലെ ഈ ഒരു 3 പീസും ചേർത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതേപോലെ ഈ ഒരു പീസിൻ്റെ നല്ല വശവും ലെഫ്റ്റ് സൈഡിലെ പീസിൻ്റെ നല്ല വശവും ചേർത്ത് ആദ്യം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ ഒരു സൈഡിൽ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി മറ്റേ ഭാഗത്ത് ഈ ഒരു പീസും കൂടി ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്ത ശേഷം ഈ ഒരു ഭാഗത്ത് ടോപ്പ് സ്റ്റിച്ചും കൂടി കൊടുക്കാം. തയ്യൽ തുമ്പ് ഇങ്ങേ ഭാഗത്തേക്കാക്കിയിട്ട് ഇതേപോലെ ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കാം. ഇതേപോലെ 3 പീസും സ്റ്റിച്ച് ചെയ്തെടുത്തു. ഈ ഒരു ഭാഗത്തായിട്ട് ഞാനൊരു ലോങ് സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്നും ഒരു നൂല് വലിച്ചെടുത്തിട്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഇതേപോലെ പ്ലീറ്റ്സ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. ഇനി ഇതേപോലെ തന്നെ ഈ ഒരു സൈഡിലുള്ള പീസിലും പ്ലീറ്റ്സ് ചെയ്തെടുക്കാം. ഇനി ഈ ഒരു പീസിൽ സെൻട്രൽ ഭാഗത്തൊരു മാർക്കിട്ട് കൊടുക്കാം. ആ ഒരു പോയിൻറ്റിലേക്ക് നമ്മൾ ഈ റെഡിയാക്കി വെച്ചിട്ടുള്ള പ്ലീറ്റ്സ് ഇട്ട ഭാഗം ഇതേപോലെ എടുത്ത് വെച്ച് കൊടുക്കാം. സെൻട്രൽ ഭാഗത്തേക്കായിട്ട് വെച്ച് കൊടുക്കാം. 2 സൈഡിൽ നിന്നും അതേപോലെ സെൻട്രൽ ഭാഗത്തേക്ക് വെച്ച് കൊടുത്തിട്ട് അവിടെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ഇതേപോലെ അവർ മേൽഭാഗത്ത് മാത്രം ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. സെൻട്രൽ ഭാഗത്ത് ഇതേപോലെ കിട്ടും. ഇനി നമുക്ക് ബോഡി പാർട്ടും സ്കേർട്ട് പാർട്ടും തമ്മിൽ ജോയിൻ ചെയ്തെടുക്കാം. ഫ്രണ്ട് ഭാഗത്തെ ബോഡി പാർട്ട് ഇതേപോലെ എടുത്ത് വെച്ചിട്ട് രണ്ടും കൂടി ജോയിൻ ചെയ്ത് കൊടുക്കാം. ഈ ഒരു സെൻട്രൽ ഭാഗം കറക്റ്റായിട്ട് വരത്തക്ക രീതിയിൽ വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. ഫ്രണ്ട് ഭാഗത്തെ ബോഡി പാർട്ടും സ്കേർട്ട് പാർട്ടും ജോയിൻ ചെയ്തെടുത്തു. അകത്തൊരു കുർത്തി ഇട്ടിട്ട് അതിന് മേലെ ജാക്കറ്റ് ഇട്ട പോലെ തന്നെയാണ് നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത്. ബാക്ക് പാർട്ടിലും സ്കേർട്ട് പീസിൽ ഇതേപോലെ പ്ലീറ്റ്സ് റെഡിയാക്കി എടുത്തിട്ടാണ് ബോഡി പാർട്ടും സ്കേർട്ട് പീസും തമ്മിൽ ജോയിൻ ചെയ്തെടുക്കുന്നത്. ഇതേപോലെ ബോഡി പാർട്ടും സ്കേർട്ട് പാർട്ടും 2 ഭാഗത്തും സ്റ്റിച്ച് ചെയ്തെടുത്തു. ഈ ഒരു ഫ്രണ്ട് ഭാഗത്ത് താഴെ ഭാഗത്തൊരു ലൂപ്പ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഓപ്പോസിറ്റിലൊരു ഷോ ബട്ടണാണ് വെച്ച് കൊടുക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ സ്ലീവ്സ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. 2 സ്ലീവ്സിൻ്റെയും അടിഭാഗത്ത് ആ ഒരു ചെറിയ പ്രിൻ്റുള്ള മെറ്റീരിയൽ വെച്ചിട്ട് ഒരു ബോർഡർ പോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ ബട്ടൺ ബ്ലാക്കറ്റും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ആ ഒരു ബട്ടൺ ബ്ലാക്കറ്റിൻ്റെ ഇവിടെ നമുക്ക് വൈറ്റ് കളറിലുള്ള ഷോ ബട്ടൺ വെച്ച് കൊടുക്കാം. 2 സ്ലീവ്സും ഇതേപോലെ റെഡിയാക്കി എടുത്ത ശേഷം നമുക്ക് ഷോൾഡറിൻ്റെ അവിടെ വെച്ച് കൊടുത്ത് ജോയിൻ ചെയ്തെടുക്കാം. 2 സ്ലീവ്സും സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി ഇതിൻ്റെ സൈഡ് ജോയിൻ ചെയ്തെടുത്തിട്ട് അടിവശം മടക്കി അടിക്കുകയാണ് വേണ്ടത്. അടിവശത്ത് 2 പ്രാവശ്യം ഇതേപോലെ ഫോൾഡ് ചെയ്തിട്ട് ചുറ്റിലും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു ജാക്കറ്റ് മോഡൽ ഫ്രോക്ക് കുർത്തി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.